താരിഫുമായി ബന്ധപ്പെടുത്തിയ പുതിയ നിലപാടുകൾ അമേരിക്കയുടെ ആഭ്യന്തരമായ സാമ്പത്തിക പരിമിതികളുടെയും പൊതുകുഴപ്പത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് എല്ലാവർക്കും അറിയാം. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ച രാജ്യം അമേരിക്കയായിരുന്നു, പൊതുവെ മുതലാളിത്ത രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2008 കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു, ഇതുവരെയായിട്ടൊരു വളർച്ച വന്നില്ല. അപ്പോൾ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. പിന്നെ ഗവേഷണവും നിക്ഷേപവും പൂർണ്ണമായി സൈനിക മേഖലയിലേക്കും ആയുധ നിർമ്മാണ മേഖലയിലേക്കും തിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികളും സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയിലെ നിക്ഷേപം പൂർണ്ണമായി അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോയി. അതിൻ്റെ ഭാഗമായി ആഭ്യന്തര മേഖലയിൽ സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുകടന്നതിന് വേണ്ടിയുള്ള എളുപ്പവിദ്യ എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഈ ട്രംപിൻ്റെ ടാരിഫ് വാറിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ചുങ്കം എന്ന ആയുധം ഉപയോഗിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവിടെ അവരുടെ ആഭ്യന്തര താല്പര്യങ്ങൾക്കും അവിടുത്തെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ ജോലി. ഇവിടെ വിവിധ ലോകരാജ്യങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വിവിധ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ചുങ്കവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും അവസാനത്തെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒന്ന് ടർക്കിയോടാണ്. ടർക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് ഈ ചുങ്കഭാരം വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ലോകത്ത് തന്നെ ഈ ചുങ്കഭാരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ പിന്നെ പ്രത്യേകം നമ്മളെ തയ്യാറെടുത്ത് ചെയ്യിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൈന റഷ്യയിൽ നിന്ന് ഇഷ്ടംപോലെ എണ്ണ ഇറക്കുന്നുണ്ട്, നമ്മളെക്കാൾ എത്രയോ എടുക്കുന്നുണ്ട്. പക്ഷേ ചൈനയുടെ മേലെ ചുങ്കം ചുമത്തുന്ന കാര്യത്തിൽ ആ നിലപാടല്ല. ഇന്ത്യനെ ഒറ്റ തിരിഞ്ഞിട്ടാണ് അമേരിക്ക ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പിന്നെ ഈ ചുങ്കം ചുമത്തുന്നതുമായി ബന്ധപ്പെടുത്തിയും ഇന്ത്യയുടെ ആഭ്യന്തര നയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും പ്രഖ്യാപനങ്ങൾ നടത്തി, ഇന്നലെയും നടത്തി. അപ്പോൾ ട്രംപ് നടത്തി, അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർ നടത്തി, അവിടുത്തെ ധനമന്ത്രി നടത്തി. ഇങ്ങനെ ഇന്ത്യയെ ഒറ്റ തിരിഞ്ഞ് പിന്നെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. ഈ നയങ്ങളെ തുറന്ന് എതിർക്കാൻ മടി കാണിക്കുന്നൊരു സമീപനമാണ് നമ്മുടെ ഇപ്പോൾ ഇതുവരെയുള്ള നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡ് സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഈ ചർച്ചകളിൽ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട അനുഭവമാണ് നമുക്ക് കൂടുതൽ പറയാൻ കഴിയുക. അത് WTO കരാറിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്, പാറ്റൻ്റ് നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം ഇപ്പം ഉണ്ടായാൽ അപകടകരമായ ഒരു പ്രതിഫലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒന്നാണ് ഈ ചർച്ചകൾ. ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടല്ലാതെ വെറും നിലപാടുകൾ വ്യക്തമാക്കണം കേന്ദ്ര ഗവൺമെൻറ്. എന്താണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കുകയും വേണം. ആ നിലയിൽ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കാതിരിക്കുമ്പോൾ സംഭവിക്കുക രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാവും. അതിൽ സംശയാലുക്കളാണ് നമ്മൾ. പിന്നെ ഈ ചർച്ച സന്ദർഭത്തിൽ മറ്റ് പല രാജ്യങ്ങളും റെസിപ്രോക്കലായ അമേരിക്ക ചുങ്കം ചുമത്തിയപ്പോൾ അതിനെതിരായിട്ടുള്ള ചുങ്കം ചുമത്തുകയുണ്ടായി. ഇപ്പോൾ ചൈനയൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു, ബ്രസീൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇന്ത്യ ഇതുവരെ നിശബ്ദതയാണ് നമ്മുടെ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കടുത്ത കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ വളരെ നിശബ്ദമായ ഒരു സമീപനമാണ്. അപൂർവമായിട്ട് തീരെ കുടുങ്ങുമ്പോഴാണ് അപൂർവമായിട്ട് പ്രതികരിക്കുന്നത്. ആ പ്രതികരണം പോലും വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഇത്ര പോരാ എന്ന് എല്ലാവർക്കും തോന്നുന്ന പ്രതികരണങ്ങളാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒരു മേഖലയാണിത്. രാജ്യതാല്പര്യം സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അമേരിക്കൻ താല്പര്യങ്ങളെക്കാളുടെ മുകളിൽ ഇന്ത്യൻ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്.